സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മുടെ അതിഥിയായുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ KG ജ്യോതിർഘോഷാണ്. സാർ നമസ്കാരം. നമസ്കാരം. സർ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കേട്ട ഒരു വാർത്ത, അധികം പുതുമയൊന്നുമില്ല, ലോക വാർത്തയാണ്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ട്രംപ്, അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു, ഞങ്ങൾ യുദ്ധം നിർത്താൻ പോവുകയാണ്. സാറിനറിയാം, നമ്മുടെ ഈ പറയുന്ന രീതിയിൽ പശ്ചിമേഷ്യൻ യുദ്ധം എന്താണ്, അതിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന് നോക്കുന്നവർക്കെല്ലാം അറിയാം. യുദ്ധം നിർത്തുന്നു, ഉടമ്പടിയാകുന്നു എന്നൊരു 100 തവണയെങ്കിലും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ അദ്ദേഹം യുദ്ധം നിർത്തുന്നു എന്ന് പറയുന്നത് ഒരു ദിവസം മുന്നേ ഒരാഴ്ച കൊണ്ട് നിരപ്പാക്കുമെന്ന് പറഞ്ഞതാണ്. പെട്ടെന്നാണ് ഒരു തീരുമാനം ഇന്നലെ ഉണ്ടായതായി വരുന്നത്. അതിൽ ചില ഇടപെടലുകൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. സാറുമായി തന്നെ നിരവധി തവണ നമ്മൾ ഈ വിഷയം സംസാരിച്ചതാണ്. എങ്കിലും ഒരിക്കൽ കൂടി നമുക്ക് ഈ വിഷയം ഒന്നുകൂടെ സംസാരിക്കാം. എന്തുകൊണ്ട് ട്രംപ് ഇന്നലെ ഇത്തരത്തിൽ ഈ ഒരു പ്രസ്താവന ഇറക്കി? അതിൻ്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട്, അതിൻ്റെ പിന്നിൽ ചില പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമുണ്ട്. സാർ ഒന്ന് പറയാമോ അതെന്താണ്? നമ്മൾ ഒരുപാട് തവണ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. ആ ചർച്ച ചെയ്തപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു സംഗതിയുണ്ട്. ഈ ട്രംപ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ നേതാവെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അമേരിക്കൻ പ്രസിഡന്റാണ്. ആ ട്രംപ് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത, ഒരു സ്ഥിരതയില്ലാത്ത നിലപാടുകൾ എന്താണെന്ന് ഒരു രീതിയിലും തന്നെ മുൻകൂട്ടി നമുക്ക് നിശ്ചയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇതുവരെ നമ്മൾ ലോകത്തിൽ പരിചയപ്പെട്ടിട്ടുള്ള ഒരു മാനദണ്ഡങ്ങൾ അനുസരിച്ച് നമുക്ക് ഒരു നിരീക്ഷണത്തിലെത്താൻ കഴിയാത്ത ഒരു സ്വഭാവം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ട്രംപ്. അതിന്റെ കാരണം വളരെ സിമ്പിളാണ്. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും ഇപ്പൊ അമേരിക്ക ഇന്നിപ്പം ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമാണ്. അതായത് സാമ്പത്തികമായിട്ടും അതേപോലെ സൈന്യത്തിന്റെ ശേഷിയിലും അവർക്ക് ലോകത്തിന്റെ 750 കേന്ദ്രങ്ങളിൽ ആണ് അവരുടെ സൈന്യ വിന്യാസം ഉള്ളത്. അപ്പൊ അങ്ങനെ ലോകത്തിന്റെ ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന്റെ താല്പര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യമാണ്. ഈ വ്യക്തിപരമായ നിലപാടുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്ന പോലെ അദ്ദേഹം യുദ്ധങ്ങളെ കാണുന്നതും സൗഹൃദങ്ങളെ കാണുന്നതും ഉടമ്പടികളെ കാണുന്നതും എല്ലാം തന്നെ ഒരു ബിസിനസ്മാൻ എന്ന നിലയ്ക്കാണ്. ആ ബിസിനസ്മാൻ എന്നുള്ള ഒരു മുതലാളി അല്ലെങ്കിൽ കച്ചവടക്കാരന്റെ കാഴ്ചപ്പാട് കൂടി അമേരിക്കയ്ക്ക് വേണ്ടിയല്ല അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുന്നത്. പലപ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുന്നത്. ഉദാഹരണത്തിന് നമുക്കെല്ലാം അറിയാം, ട്രംപിന്റെ ഏറ്റവും വലിയ സാമ്പത്തികമായ കൂട്ടുകെട്ടുള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ. ഇപ്പൊ ട്രംപിന്റെ മകനും മരുമകനും എല്ലാം തന്നെ അവരുടെ വലിയൊരു നിക്ഷേപങ്ങളുടെ ഒരു മേഖലയാണ് സൗദി അറേബ്യ. അതേപോലെ തന്നെ സൗദി അറേബ്യ അമേരിക്കയിലും നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു വളരെ ശക്തമായ ഒരു കൂട്ടുകച്ചവടമാണ് ട്രംപും സൗദി അറേബ്യയും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നമ്മുടെ ഈ യുദ്ധത്തിന്റെ ഓരോ സംഗതികളെടുത്ത് നോക്കി അറിയാം, എപ്പോഴൊക്കെയാണോ ഈ എണ്ണയുടെ വില ഒരു $70 താഴെ വരുന്നത്, ആ സമയത്ത് ട്രംപ് വീണ്ടും ഇറാനിലേക്ക് ആക്രമണം നടത്തും, ഹോർമൂസിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതവിടെ ഗതാഗതം തടയും, സ്വാഭാവികമായിട്ടും എണ്ണ വില ഉയരും. നമ്മൾ മനസ്സിലാക്കണം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇപ്പോൾ അമേരിക്ക. അവർ വെനിൻസുലയും കൂടെ ഈ പിടിച്ചെടുത്തതിന് ശേഷം, വെനിൻസുല ഇപ്പോൾ അവരുടെ കസ്റ്റഡിയിലാണ്, ആ വെനിൻസുലയും പിടിച്ചെടുത്തതിന് ശേഷം അവിടെ നിന്നുള്ള എണ്ണയും കൂടെ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് $70 താഴെ ഒരു ബാരലിന് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ നഷ്ടം ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ അമേരിക്കയുടെ ഖജനാവ് നിറയ്ക്കുക, അതോടൊപ്പം തന്നെ തന്റെ വ്യക്തിപരമായിട്ടുള്ള സാധ്യതകളെ വിപുലപ്പെടുത്തുക, ഇതാണ് ട്രംപിന്റെ ഒരു മുമ്പിലുള്ള അജണ്ട എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മിഡിൽ ഈസ്റ്റിനെ മുഴുവൻ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഗാസയിലെ കരാറിന്റെ കാര്യം എടുത്ത് നോക്കുക. ഇപ്പം ബോർഡ് ഓഫ് പീസ് ഒക്കെ ഉണ്ടാക്കി അവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നെതാന്യാഹുവിനെ അദ്ദേഹം താക്കീത് ചെയ്തു. കാര്യം, ഇനി ഗാസയിലേക്ക് കയറി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ വിവരം അറിയും എന്നൊക്കെ പറഞ്ഞു. അത് അപ്പോഴും നമ്മൾ പറഞ്ഞു അതൊക്കെ വെറും പുറമേയുള്ള ജാടകളാണ്. കാരണം ഈ ജൂത വംശജരെ വെറുപ്പിച്ചുകൊണ്ട് അവിടെ അമേരിക്കയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും അല്ലെങ്കിൽ ഒരു നേതാവിനും നിലനിൽക്കാൻ പറ്റത്തില്ല. അതൊരു ഫാക്റ്റാണ്. കാര്യം അമേരിക്ക നിയന്ത്രിക്കുന്നത് ഈ ജ്യൂസ് ആണ്. തീർച്ചയായിട്ടും ട്രംപും അവരുടെ കയ്യിലെ ഒരു പാവ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ജ്യൂസിന്റെ താല്പര്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നെതന്യാഹുവിന് ഈ ട്രംപ് എന്നൊരു പ്രശ്നമല്ല. അത് നെതന്യാഹു ഇന്നിപ്പം മെനഞ്ഞാന്നാണ്, ഒരു മൂന്ന് ദിവസത്തേക്ക് മുമ്പാണ് ഇദ്ദേഹം
നെതന്യാഹുവിനെ ശാസിച്ചത്. അതായത് ഗാസയിൽ പ്രശ്നം ഉണ്ടാക്കരുത്, അവിടെ അവിടെ തന്നെ ഈ NCAG, നാഷണൽ കമ്മിറ്റി ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗാസ, അവരുടെ പ്രവർത്തനങ്ങളുടെ മുമ്പോട്ട് പോകണം. അതുപോലെ തന്നെ ഗാസ പുനർനിർമ്മാണത്തിലേക്ക് കിടക്കുന്നു. അതേപോലെ ഹമാസ് സമ്പൂർണ്ണമായിട്ട് ആയുധം പിന്നെ അടിയറവയ്ക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്നിപ്പോ രാവിലെ ഉണ്ടായിട്ടുള്ള, അല്ലെ ഇന്നലെ രാത്രി ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ ഗാസയിൽ നിരവധി പേര് പല സ്ഥലങ്ങളിൽ, ഇപ്പൊ ഖാൻ യൂനിസും അതുപോലുള്ള പ്രശ്നങ്ങളിലൊക്കെ ഈ ഇസ്രയേല് ആക്രമണം നടത്തുകയും അത് ജനവാസ കേന്ദ്രങ്ങൾ, അവശേഷിക്കുന്ന ചില ജനവാസ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു, ഈ വലിയ പരിക്കില്ലാതിരുന്നത്. ആ ഭാഗത്താണ് ഇന്നലെ കൊണ്ട് ബോംബിടുകയും ഏതാണ്ട് 10-ലധികം പേർ മരിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ട്രംപിന്റെ താല്പര്യങ്ങളാണ്. അപ്പോ അവിടെ അതോടൊപ്പം തന്നെ ട്രംപ് ഈ പറഞ്ഞതുപോലെ നെതന്യാഹുവിന്റെ, ഇപ്പം ട്രംപ് നെതന്യാഹുവിനെ ശാസിക്കുമ്പോൾ വിചാരിക്കും, ഇദ്ദേഹം നെതന്യാഹു വരണ്ടു പോകുന്നൊക്കെ ആയിരിക്കും. തിരിച്ചാണ് സംഭവിക്കുക. അതുപോലെ തന്നെയാണ് ഇപ്പം ഇറാനിലെ സംഭവം. ഇറാനിലെ ഇപ്പം ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഇറാനെ കംപ്ലീറ്റ് തകർത്ത് തരിപ്പണമാക്കി കളയുന്നു. 4 ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ട്രംപ് ഇറാനുമായിട്ടുള്ള യുദ്ധം ആരംഭിക്കുന്നത്. അത് നമ്മൾ കണ്ടതാണ്. അപ്പോ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ട്രംപ് പറഞ്ഞിരുന്നത്, ഈ യുദ്ധത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ മനുഷ്യാവകാശങ്ങളെല്ലാം ധ്വംസിക്കപ്പെടുന്നു, അവിടെ ഒരു ഭരണമാറ്റം ജനങ്ങൾ ആവശ്യപ്പെടുന്നു, ആ ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടാണ് യുദ്ധം നടത്തുന്നതെന്നാണ് ട്രംപ് അന്ന് പറഞ്ഞത്. അത് മാത്രമല്ല, അന്ന് ഇറാൻ വളരെ സജീവമായിട്ട് അമേരിക്കയുമായിട്ടുള്ള ഈ ഉഭയകക്ഷി ചർച്ചയിൽ ജനീവയിൽ വെച്ചിട്ട് ഇറാന്റെ ഭാഗത്തു നിന്ന് ആദ്യമായിട്ടാണ് ഒരു ശുഭപ്രതീക്ഷയോടുകൂടി ഒരു പ്രസ്താവന വരുന്നത്, ഈ ചർച്ച വളരെ സുഗമമായി പുരോഗമിക്കുകയാണെന്നുള്ള ഒരു നിലപാട് വരുന്നത്. അങ്ങനെ ആ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരുന്ന സമയത്താണ് രണ്ടാമത് അതിനെ എന്താ പറയുക, അപ്രസക്തമാക്കിക്കൊണ്ട് ട്രംപ് ഈ ഇറാൻ യുദ്ധം തുടങ്ങുന്നത്. ഇതിനുശേഷം നമ്മൾ കണ്ടതാണ് ട്രംപിന്റെ ഈ പറഞ്ഞതുപോലെ ഏപ്രിൽ 8 പ്രഖ്യാപിച്ച വെടിനിർത്തൽ. പിന്നെ അദ്ദേഹം പറഞ്ഞു അനിശ്ചിതമായിട്ട് നീട്ടുകയാണെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇറാനിൽ നിന്ന് തോറ്റ് തുന്നമ്പാടി പോകേണ്ടി വന്ന ഒരു അവസ്ഥയാണ് ഈ അമേരിക്കയ്ക്ക് സംഭവിച്ചത്. ഇപ്പോഴും അത് തന്നെയാണ്. അതേ സമയത്ത് അവർക്ക് തോൽവി പരാജയം സമ്മതിക്കാനും പറ്റത്തില്ല. അങ്ങനെ പല സന്ദർഭങ്ങളിലും അതിനുശേഷം ഏറ്റവും ഒടുവിൽ പിന്നെ ജൂലൈ മാസത്തില് പിന്നെ സ്വിറ്റ്സർലൻഡിൽ വെച്ചിട്ടുള്ള MOUയിൽ ഒപ്പുവെക്കുന്നു 2 രാജ്യങ്ങളും തമ്മിൽ. അങ്ങനെ അത് വളരെ ശക്തമായിട്ട് പുരോഗമിക്കുന്നതിന്റെ ഇടയിലാണ് ഈ കഴിഞ്ഞ ഈ അവിടുത്തെ ഖമേനിയുടെ ശവസംസ്കാരം നടക്കുന്നതിന്റെ ആ സമയത്ത് തന്നെ ഈ ഒമാൻ ഭാഗത്തുകൂടി അവർ തമ്മിലുണ്ടാക്കിയിരിക്കുന്ന കരാറിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ 60 ദിവസത്തിനകം എല്ലാ ഈ ഇത്തരത്തിലുള്ള പെൻഡിങ് ആയിട്ടുള്ള ബാക്കി നിൽക്കുന്ന വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്ത് 60 ദിവസത്തിനകം എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കുക. അന്നത്തെ ആ കരാർ അനുസരിച്ചിട്ട്, ആ MOU അനുസരിച്ചിട്ട് ഹോർമൂസ് കടലിടുക്ക് ഇറാൻ തുറന്നു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു. കാരണം ഇറാന്റെ ഫണ്ട് റിലീസ് ചെയ്യുക, അതേപോലെ ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ പിൻവലിക്കുക, ഇതൊക്കെ ആ MOUയിലകത്തുള്ള ഒരു ഉപാധികളായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇറാൻ ഈ പറഞ്ഞതുപോലെ ഹോർമൂസ് തുറന്നു കൊടുക്കും എന്നുള്ള ഒരു സാധ്യതയുമായിരുന്നു അന്ന് നിലനിരുന്നത്. ആ സമയത്താണ് ഇറാന്റെ ആ ഒരു പിന്നെ അവർ തമ്മിലുണ്ടായിരുന്ന ധാരണ ലംഘിച്ചുകൊണ്ട് ഒമാന്റെ ഭാഗത്തുകൂടി കപ്പൽ കടത്തിവിടാനുള്ള ശ്രമം നടത്തിയത്. അങ്ങനെ ഇറാൻ ആ കപ്പലിനെ ആക്രമിക്കുന്നു, വീണ്ടും യുദ്ധം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ആ യുദ്ധം അതിതീവ്രമായിട്ട് വന്നു. ജനവാസ കേന്ദ്രങ്ങളിലേക്കൊക്കെ ഇറാന്റെ പല ഭാഗങ്ങളിലും വൻ നാശനഷ്ടം രീതിയിലുണ്ടാകുന്ന യുദ്ധങ്ങൾ, ഈ ആക്രമണങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതേ സമയത്ത് ഇറാൻ നേരത്തെ മുൻകൂട്ടി പറഞ്ഞതുപോലെ അവരുടെ ആക്രമണം അതിശക്തമാക്കി. സൗദിയിലേക്കാണെങ്കിലും കുവൈറ്റിലേക്കാണെങ്കിലും ബഹ്റൈനിലേക്കാണെങ്കിലും അതേപോലെ ജോർദാനിലേക്ക്, ഇറാഖിലേക്ക്, ഇവിടെയൊക്കെ അതിശക്തമായ രീതിയിൽ ഇറാൻ തിരിച്ചടിക്കുകയും നിരവധി അമേരിക്കൻ ഭടന്മാർ ഇതിനകത്ത് കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് വീണ്ടും യുദ്ധം വന്നത്. ആ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്താണ് മെനഞ്ഞാന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ സൗദി അറേബ്യയുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും സമ്മർദ്ദം, അഭ്യർത്ഥന പ്രകാരം ഞാൻ തൽക്കാലം ഈ ആക്രമണങ്ങൾ നിർത്തിവെക്കുകയാണ്, അതല്ലെങ്കിൽ അതിനൊരു ഇടവേള കൊടുക്കുകയാണ്, പോസ് കൊടുക്കുകയാണെന്നാണ് പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു ഇറാനും അത് നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു ഇറാന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടാകാൻ വഴിയില്ല, ഇറാൻ താമസിയാതെ നിഷേധിക്കും എന്നും അറിയാമായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഇറാൻ ഇപ്പൊ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ യാതൊരു
ഡിപ്ലോമസി ചർച്ചയും ഞങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ഇല്ല. ഞങ്ങളുടെ ആർമി, ഞങ്ങളുടെ സൈന്യം ഏത് ഭീഷണിയെയും നേരിടുന്നതിന് സന്നദ്ധമായി നിൽക്കുകയാണ്. അതായത് ഇറാൻ ഇപ്പം വെല്ലുവിളിക്കുകയാണ്, അമേരിക്ക വെല്ലുവിളിക്കുകയാണ്, ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ്, നിങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് പിന്മാറുന്നു എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഇപ്പൊ ഇറാൻ നിൽക്കുന്നത്. ഈ സമയത്താണ് ട്രംപ് പറയുന്നത് ഇപ്പൊ സൗദി അറേബ്യയുടെയും അതോടൊപ്പം തന്നെ ഖത്താറിന്റെയും കുവൈറ്റിന്റെയും അതേപോലുള്ള UAE-യുടെയും ഒക്കെ നിർദ്ദേശം അല്ലെങ്കിൽ അവരുടെയൊക്കെ അഭ്യർത്ഥന പ്രമാണിച്ച് പോസ് ചെയ്തിരിക്കുന്ന പറയുന്നത്. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ജോർദാനിലേക്കും നല്ല ശക്തമായ ആക്രമണം ഉണ്ടായി, ഇറാഖിലേക്കുണ്ടായി, വൻ നാശനഷ്ടങ്ങളുണ്ടായി. വീണ്ടും ഈ രണ്ടാം ഘട്ട അല്ലെങ്കിൽ ഈ അവസാന ഘട്ട യുദ്ധത്തിലും അമേരിക്കയ്ക്കാണ് കൂടുതൽ നാശനഷ്ടം ഉണ്ടായത്. കാരണം ഇറാനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നഷ്ടപ്പെടാനൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണ്. അവരുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ പോലും ഈ കഴിഞ്ഞ 47 വർഷമായിട്ട് വലിയ കാര്യമായ തോതിലൊന്നും ഉണ്ടായിട്ടില്ല. ഉള്ളത് തന്നെയാണ് നശിച്ചത്. അവിടെയും ഭീമമായ നാശനഷ്ടങ്ങൾ ഇറാൻ ജനതയ്ക്ക് നേരിടേണ്ടി വന്നുള്ള സത്യം തന്നെയാണ്. പല പാലങ്ങളും പല ഈ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ അവർ നശിപ്പിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നത്. പക്ഷെ അതിനെ അവർ മുൻകൂട്ടി നേരിടാനായിട്ട് തയ്യാറായിട്ടാണ് ഇറാൻ യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നത്. ഇറാന്റെ ഒരുപാട് സൈനിക കേന്ദ്രങ്ങളിലേക്കും ഈ പറഞ്ഞതുപോലെ അമേരിക്ക ഈ ആക്രമണങ്ങൾ നടത്തുകയുണ്ടായി. അപ്പൊ അത് കഴിഞ്ഞാൽ പോലും ഈ യുദ്ധത്തിന്റെ തീവ്രതയിൽ കുറവ് വരും എന്നാണ് അമേരിക്കയും ട്രംപും ഒക്കെ കരുതിയിരുന്നത്. പക്ഷെ അതിനുശേഷം വീണ്ടും ഇറാൻ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ യുദ്ധത്തിന്റെ തീവ്രതയും തീഷ്ണതയും ശക്തമാകുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഇറാന്റെ ഒരു യുദ്ധത്തിനുള്ള സന്നദ്ധയും യുദ്ധത്തിനുള്ള കോപ്പുകളും ഇറാൻ ഇത് സൂക്ഷിച്ചിരിക്കുന്ന സംഗതികളും. കാരണം ഇറാനിലെ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ അണ്ടർഗ്രൗണ്ടിലാണ്, ഭൂമിക്ക് അടിയിലാണ് ഒരു വലിയ ലോകം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ റഷ്യയിൽ നിന്നുള്ള ഈ പറഞ്ഞ പോലെ ഇന്റലിജൻസ് സഹായങ്ങളും അതേപോലെ ചൈനയിൽ നിന്നുള്ള സഹായങ്ങൾ, ഈ റഷ്യയും ചൈനയും വളരെ ശക്തമായിട്ട് ഇറാന്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളതും വളരെ വ്യക്തമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ വീണ്ടും ട്രംപ് തിരിച്ചറിയുകയാണ് ഇനിയും യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ പഴയതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്തും. മാത്രവുമല്ല ഇസ്രയേലിന്റെ നേരെ, ഇപ്പൊ ഇസ്രയേലിന് വേണ്ടിയാണ് ഈ ട്രംപ് ആദ്യം കഴിഞ്ഞ വർഷം ജൂണിൽ ഇറാനെ ആക്രമിച്ചത്. തീർച്ചയായിട്ടും ആ ഇസ്രയേൽ ഇറാനുമായിട്ട് ആരംഭിച്ച യുദ്ധത്തിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് അതിൽ പങ്കുചേരുകയായിരുന്നു അമേരിക്കയും നേരിട്ട് ചെയ്തത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലിന്റെ നേർക്കും ഈ പറഞ്ഞതുപോലെ ഇനി അതികഠിനമായ ആക്രമണം സ്വാഭാവികമായിട്ടും ഉണ്ടാകാനുള്ള ആ ഒരു വക്കിലാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത്. അത് ഇറാൻ വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. അപ്പൊ അത് ഏത് രീതിയിലുള്ള ആക്രമണമായിരിക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. കാരണം ഇറാൻ പറഞ്ഞ തുടക്കം മുതൽ ഡേ 1 മുതൽ ഇറാൻ പറഞ്ഞ രീതിയിലാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും എത്ര തന്നെ ഒരു തീവ്രമായ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇറാൻ തുടക്കം മുതൽ ഒരു വളരെ ഷെഡ്യൂൾഡ് ആയിട്ട് ഒരു പട്ടിക തയ്യാറാക്കിയ പോലെയാണ് തങ്ങളുടെ ആക്രമണത്തിന്റെ ഓരോ ഘട്ടവും ഇന്ന രീതിയിലേക്ക് പോകും എന്ന് പറഞ്ഞിരുന്നത്. അതിനപ്പുറത്തേക്ക് അവർ പോയിട്ടുമില്ല, അതിന് താഴേക്ക് അവർ വന്നിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയൊരു ആക്രമണം ഇസ്രയേലിന്റെ നേർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇസ്രയേലിന്റെ ദുരന്തമായിട്ട് അവസാനിക്കും. ഇത് അവിടുത്തെ ഇസ്രയേലിന് മനസ്സിലായിട്ടുണ്ട്, അമേരിക്കൻ ജ്യൂസിനും ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് വീണ്ടും ഈ സമ്മർദ്ദം ട്രംപിന്റെ പേരിൽ വന്നിട്ടുണ്ട്. ആ സമ്മർദ്ദത്തിനെ മറച്ചു വെക്കാനായിട്ട് ഈ പറഞ്ഞതുപോലെ വീണ്ടും ഇത് സമാധാനത്തിന്റെ വഴി തുറന്നിടുന്നു എന്നുള്ളത് തീർക്കാനായിട്ടാണ് ഇപ്പൊ സൗദി അറേബ്യയും അതല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ സ്വാഭാവികമായിട്ടും അവരുടെ അഭ്യർത്ഥന ഉണ്ടാവും. കാരണം ഗൾഫ് മേഖല തന്നെ ആകെ ഈ ഏറ്റവും ഒടുവിലത്തെ ആക്രമണം കൊണ്ട് വളരെ നമുക്ക് നിശ്ചയിക്കാൻ പറ്റാത്ത കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് മാറി. കാരണം ഹൂതികളുടെ ആക്രമണം സൗദി അറേബ്യയിലേക്ക് വരുന്നു. അതേപോലെ തന്നെ അവിടെ റെഡ് സീ അത് ഹൂതികൾ അടയ്ക്കാൻ പോകുന്നു. ഒമാനും അതേപോലെ ഒമാനും ഇറാനും തമ്മിൽ അവര് ഹോർമോസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ചർച്ചകളുമായിട്ട് മുമ്പോട്ട് പോകുന്നു. അങ്ങനെ വളരെ വിവിധ തരത്തിലുള്ള, കാരണം ഓരോ രാജ്യങ്ങളും എവിടെ നിൽക്കും, എങ്ങനെ നിൽക്കണം എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധമുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് ഈ ഏറ്റവും ഒടുവിലത്തെ യുദ്ധം ഈ പശ്ചിമേഷ്യയെ കൊണ്ടുപോയി എന്നുള്ളതാണ്. ഉദാഹരണത്തിന് പാകിസ്ഥാന്റെ ഒരു ആലോചിച്ച് നോക്കുക. പാകിസ്ഥാൻ സൗദി അറേബ്യയുമായിട്ട് ഡിഫൻസ് പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കപ്പെടുകയാണെങ്കിൽ 2 രാജ്യങ്ങളും ആക്രമിക്കപ്പെട്ടതായിട്ട് കണക്കാക്കണം എന്നുള്ളതുകൊണ്ട്. അപ്പൊ ഈ സൗദി അറേബ്യയിലേക്ക് ഇറാൻ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടു. ഏറ്റവും ഒടുവിൽ സൗദി അറേബ്യയും അതേപോലെ തന്നെ അമേരിക്കയും തമ്മിൽ ഒന്നിച്ച് ഇറാനെ ആക്രമിക്കുന്ന സംഭവം ഉണ്ടായി. അപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്ക് പാകിസ്ഥാനിലുള്ള മീഡിയേറ്ററാണ്.
അപ്പൊ യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ ഇറാൻ ആക്രമിച്ചു. ഇറാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമാണല്ലോ പാകിസ്ഥാൻ. അപ്പൊ പാകിസ്ഥാനെ ആക്രമിച്ചതിന് തുല്യമായ അവസ്ഥയാണ് ഇവിടെ ഈ സൗദി അറേബ്യ ആക്രമിക്കപ്പെട്ടതിലൂടെ സംഭവിച്ചത്. അത് ഹൂതികളും ആക്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഹൂതികളുടെ ആക്രമണത്തെ അപലപിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പാകിസ്ഥാന് മാറേണ്ടി വന്നു. കാരണം ഹൂതികൾ എന്ന് പറയുന്നത് ഇറാന് വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇറാൻ ഇപ്പൊ മധ്യസ്ഥം വഹിക്കുന്നത് അവരാണ്. അപ്പൊ ഇത്തരത്തിൽ ആകെ കലങ്ങി മറിഞ്ഞ ഒരു അന്തരീക്ഷത്തിലേക്ക് മിഡിൽ ഈസ്റ്റ് മാറുകയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഇസ്രയേലിന്റെ പുതിയൊരു ശത്രുപക്ഷത്തേക്ക് തുർക്കി മാറുകയും ആ തുർക്കിയിൽ പോലും ഈ പറഞ്ഞതുപോലെ F-35 എന്നുള്ള യുദ്ധവിമാനങ്ങൾ നൽകാനായിട്ട് അമേരിക്കയുമായിട്ട് കരാറുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ അതിസങ്കീർണമായ ഒരു അവസ്ഥയിലേക്ക് ആ പ്രദേശം മുഴുവൻ മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ട്രംപിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വീണ്ടും ഈ പറഞ്ഞ പോലെ എണ്ണയുടെ വില സ്റ്റെബിലൈസ് ചെയ്തു. അതിപ്പോ ഇനി കുറച്ച് കൊടുക്കുന്നു, ഒരു ഇടവേള കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ കയ്യിലുള്ള ഈ മിസൈലുകൾ, ഈ പറഞ്ഞ പോലെ ഉക്രൈനിലെ യുദ്ധവും ഇറാനിലെ യുദ്ധവും കാരണം ഇവരുടെ പക്കലുണ്ടായിരുന്ന മിസൈലുകളുടെ ക്ഷാമം വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ആദ്യത്തെ ഈ ഈ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയതിനു ശേഷം ഉണ്ടായ നീണ്ട ഇടവേള വന്ന് ആ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഉണ്ടായ ഒരുപക്ഷെ ആയുധങ്ങൾ വീണ്ടും ഉൽപ്പാദിപ്പിച്ചതിന് ശേഷമാണ് വീണ്ടും അവർ യുദ്ധത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരുപാട് സംഗതികൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ട്രംപ് ഇപ്പൊ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇപ്പൊ വീണ്ടും ഇത് ഈ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു കാരണവശാലും ട്രംപിന്റെ ഈ മിഡിൽ ഈസ്റ്റ് താല്പര്യം അവശേഷിക്കുന്നില്ല. ഇപ്പം ഗാസ പുനർനിർമ്മിക്കണം, അത് ട്രംപിന്റെ കുടുംബത്തിനാണ് അതിന്റെ കരാറുകൾ മുഴുവൻ നല്ലൊരു ശതമാനം പോവുക. അതേപോലെ സൗദി അറേബ്യയിൽ ഉണ്ടായിരിക്കുന്ന നിക്ഷേപങ്ങൾ, അവിടെയും ട്രംപിന്റെ മകന്റെയും മരുമകന്റെയും താല്പര്യങ്ങളുണ്ട്. അപ്പൊ അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു പരിധിക്കപ്പുറത്തേക്ക് യുദ്ധത്തിന് പോകാൻ പാടില്ല. അതേ സമയത്ത് ഈ ലോക പോലീസ് എന്ന് ചമഞ്ഞിരിക്കുന്ന അമേരിക്കയുടെ ഈ ആധിപത്യം ഉറപ്പിക്കുന്നതിന് ഇറാനെ പരാജയപ്പെടുത്തുന്നു എന്നുള്ള പരാജയപ്പെടുത്തി തന്നെയാണ് ഭീമമായ ശക്തി, വൻ ശക്തി എന്ന് ഉറപ്പുവരുത്താനുള്ള വ്യഗ്രതയും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇറാനെ തകർക്കുകയും യുദ്ധം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് ഒരു വെടിനിർത്തലോ അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കലിലേക്കോ എത്തിക്കാനുള്ള ട്രംപിന്റെ തീവ്രമായ ശ്രമം തുടങ്ങിയിട്ട് ഏറെയായി. ഇപ്പൊ വീണ്ടും അത് തന്നെ ആയിരിക്കണം ഈ ശ്രമം എന്ന് തോന്നുന്നു. കാരണം ഇനി ഈ യുദ്ധം തുടർന്നു കഴിഞ്ഞാൽ ദയനീയമായി പരാജയം സംഭവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതും ട്രംപ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ അത് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോ ഗൾഫ് രാജ്യങ്ങൾ പറഞ്ഞിട്ട് കൂടിയാണ് ഈ വെടിനിർത്തൽ നടത്തുന്നതെന്ന് പറയുന്നത്. ഇറാൻ അഭ്യർത്ഥിച്ചെന്നും പറയുന്നു. ഇറാൻ അഭ്യർത്ഥിച്ചിട്ടില്ല എന്ന് അവർ വ്യക്തമായി പറഞ്ഞു. ഞങ്ങൾ റെഡിയാണെന്നും യുദ്ധ സന്നദ്ധരാണെന്നും പറയുന്നു. അപ്പൊ അതേപോലെ ഈ ഗൾഫ് രാജ്യങ്ങളും സൗദി അറേബ്യയൊക്കെ പിന്നെ ട്രംപിനോട് അത് അഭ്യർത്ഥിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവിടെയൊക്കെ ട്രംപിന്റെ ഈ പറഞ്ഞതുപോലെ യുദ്ധം നിർത്താനുള്ള ഒരു അവസരമായിട്ട് അതിനെ ഉപയോഗിക്കുന്നു. ഇവിടെ ആ ഒരു ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് ഞങ്ങൾ തന്നെയാണ് ഇപ്പോഴും ശക്തി എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു എന്താ പറയുക ഒരു വന്ധ്യംകരിക്കപ്പെട്ട ആ ഒരു എന്താ പറയുക ഒരു സമീപനം. കാരണം അത്തരത്തിലുള്ള വ്യക്തികളാണ് ഈ പറഞ്ഞതുപോലെ ആക്രമോത്സുകത പ്രകടമാക്കുക, പുറത്ത് കാണിക്കുക. കാര്യം ഈ തങ്ങളുടെ ദൗർബല്യം മറച്ചു വെക്കാനുള്ള ഒരു പ്രകടനപരത ഇങ്ങനെയുള്ള വ്യക്തികളിലും രാജ്യങ്ങളിലും ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഒരു വ്യക്തത, ഒരു പ്രകടനപരത കൂടി നമുക്ക് ഇപ്പോഴത്തെ ഈ വെടിനിർത്തലിലും ഈ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുള്ള ശ്രമത്തിലും കാണാം. ഇപ്പോഴും ഇറാൻ പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഡിപ്ലോമാറ്റിക് ചർച്ചകളൊന്നും തന്നെ ഇല്ല എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക അമേരിക്കയുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നുള്ളത്. അതേസമയത്ത് അമേരിക്ക പറയുന്നു ഞങ്ങളിതാ സന്നദ്ധമാണ്, ഇവിടെ ഡിപ്ലോമാറ്റിക് ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ഇറാൻ അത് കൃത്യമായത് മനസ്സിലാക്കിയതിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്ന വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് അമേരിക്കയുടെ മുമ്പിൽ ഇപ്പൊ നിൽക്കുന്നത്. ഏതായാലും സാർ, നമ്മള് ഇതിപ്പോ എത്രാമത് തവണയാണ് യുദ്ധം നിർത്തിയെന്ന് പറയുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതെ, ഇനിയിപ്പോ എന്നാണ് ഇത് പുനരാരംഭിച്ചു, ചിലപ്പോൾ നാളെ ഒരുപക്ഷെ വീണ്ടും ആരംഭിച്ചേക്കാം. അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകൾക്ക് യാതൊരു വിലയും ഇല്ലാത്ത രീതിയിലാണ് പോകുന്നത്. നമുക്ക് തുടർന്നും എന്തെങ്കിലും ഇതിന്റെ ഡെവലപ്മെന്റ്സ് ഉണ്ടാകണമെങ്കിൽ നമുക്കിരിക്കാം. നന്ദി. അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കിന് പുള്ളിക്ക് വിലയുടെ ആവശ്യമില്ല. പുള്ളിക്ക് ലാഭം സ്വന്തമായിട്ട് ലാഭം ഉണ്ടാകുന്ന ഒന്ന് മാത്രമേ പുള്ളി നോക്കുന്നു. തീർച്ചയായിട്ടും. ഓക്കെ, നന്ദി. താങ്ക് യു സാർ. താങ്ക് യു.